നമസ്കാരം. ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്താണ്? കള്ളസാക്ഷ്യം. അത് താഴെ തട്ടിൽ വരെ എത്തിയിരിക്കുന്നു. സേലിംഗ മന്ത്രി ആരംഭിക്കുന്നു. മത്സരിച്ചാണ് ഓരോരുത്തർ ജയിലിൽ പോകുന്നത്. തന്ത്രിയും പോറ്റിയും. ഇനി പോകാനുള്ളത് മന്ത്രിമാർ കൂടെ ഉള്ളൂ. വളരെ താമസിയാതെ അവരും കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു രോഗം മൊത്തത്തിൽ മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള സകല ഓഫീസുകളിലും ഈ കള്ളം എന്ന് പറയുന്ന ആളുകളെ പറ്റിക്കുന്ന, കബളിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങ് താഴെ തട്ടിൽ വരെ എത്തിയിട്ടുണ്ട്. യാതൊരു ഉളുപ്പുമില്ലാതെ വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം ഒരു പോസ്റ്റർ ഇറക്കി വിട്ടിരിക്കുകയാണ്. തുറമുഖത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഴിഞ്ഞം അൺലോക്കിംഗ് മറൈൻ സൈഡ് ഓപ്പർച്യൂണിറ്റീസ്, ആ മേഖലയിൽ വിസിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ബങ്കറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ്. എന്ത് ബങ്കറിംഗ് ഇവിടെ നടത്തിയെന്ന് എനിക്കറിയില്ല. അഗിതേത കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ കാറ്റിൽ ഒഴുകി കരയിലോട്ട് അടുക്കാതിരിക്കാൻ ഒരു ജീവശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ഇന്ധനം കൊണ്ട് കൊടുത്തു. ഉടനെ ഞങ്ങൾ ബങ്കറിംഗ് തുടങ്ങി എന്ന് നീട്ടി വിളിക്കുകയാണ്. ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റീസ്. 10 ദിവസം ഇവിടെ സബ്രീന 3 ഇവിടെ കിടന്നിട്ട് ഒരാളെ പോലും കണ്ടില്ല. വിസിലടിക്കുന്നവരെയും കണ്ടില്ല, വിസിൽ ഊതുന്നവരെയും കണ്ടില്ല. കപ്പലിന്റെ പാട്ടിന് കൊളംബോയിലോട്ട് പോയി. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി. നാണമില്ലേ നിങ്ങൾക്ക്? പണ്ട് MD ചൈനയെ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ച ഒരു പോസ്റ്റിട്ട ആളാണ്. ചൈനയെ ഞങ്ങൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അടുത്ത കള്ളത്തരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കള്ളത്തരമാണ് ഇത്. ലക്ഷണമാണ് ഈ സർക്കാരിന്റെയും സർക്കാർ ജീവനക്കാരുടെയും ലക്ഷണമായി കള്ളം പറയുക, കള്ളത്തരങ്ങൾ കാണിക്കുക എന്നുള്ളത് ലക്ഷണമായി മാറിക്കഴിഞ്ഞു. ഇനിയുണ്ട് ലേ ബൈ ബർത്ത് ആൻഡ് മൂറിംഗ് സർവീസസ്. എന്താണ് ഈ ലേ ബൈ ബർത്ത്? നമ്മുടെ തുറമുഖം വിലപ്പെട്ട സമയം കപ്പലുകളുടെ തകരാറ് കാരണം ബർത്ത് ഓക്യുപ്പൈ ചെയ്ത് കിടക്കുമ്പോൾ ഇവർ പറയാണ് ലേ ബൈ ബർത്ത് ഉണ്ടെന്ന്. ഇവിടെ ലേ ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേ ബൈ ബർത്ത് ആർ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഇൻ എ പോർട്ട് ഓർ ഹാർബർ വേർ വെസൽസ് ക്യാൻ ആങ്കർ ഓർ മോർ ടെമ്പററിലി ഓഫർഡ് ഫോർ റിപ്പയർസ് ആൻഡ് മെയിന്റനൻസ്. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി താൽക്കാലികമായി കപ്പലുകളെ നിർത്തിയിടാൻ, ഹാർബർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എവിടെ സ്ഥലം? അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അഗിതേത തന്നെ അവിടെ വന്ന് കിടന്നിട്ടുണ്ട്. വേറെയും ചില കപ്പലുകൾ ബർത്തിന്റെ പ്രഷ്യസ് ടൈം ഓക്യുപ്പൈ ചെയ്തുകൊണ്ട് അവിടെ കിടന്നിട്ടുണ്ട്. ലേ ബൈ ബർത്ത് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ പറയാണ് ലേ ബൈ ബർത്ത് ഉണ്ടെന്ന്. ഇത്രയും പച്ചക്കള്ളം, 101% കള്ളം പറയുന്ന ഒരു സ്ഥാപനം, ഉദ്യോഗസ്ഥർ, MD ആരെയാണ് മാറ്റി നിർത്തേണ്ടത്? ഇത് ലോകത്തെ മുഴുവൻ വിളിച്ചു പറയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാലിൽ ഒരു അംശം ചെയ്തെങ്കിൽ നമുക്ക് സമ്മതിക്കാൻ വരുന്നു. ഷിപ്പ് ഷാൻഡ്ലിംഗ് ആൻഡ് സ്റ്റീവ് ഡോറിംഗ്. അത് പിന്നെ അവിടെ ആരോ ഷാൻഡ്ലിംഗ് കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. ഷിപ്പിംഗ് ഏജൻസീസ് ആൻഡ് സ്റ്റീമർ ഏജൻസ്. പാവങ്ങൾ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. അവർക്ക് 5 പൈസയുടെ വരുമാനമില്ല. ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് രക്ഷയില്ലാതിരിക്കുകയാണ്. പിന്നെ അത് കൂടാതുള്ള പല പ്രശ്നങ്ങളും. ഇത് പരിഹരിക്കാൻ ഇവിടെ ഒരാൾ പോലും ഇല്ലാന്ന് ഞങ്ങൾക്ക് പലരും രേഖാമൂലം വിവരം തരുന്നു. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഷിപ്പിംഗ് ഏജൻസീസ് ആൻഡ് സ്റ്റീമർ ഏജൻസീസ്. നിങ്ങൾ അവരുടെ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ബാങ്കിങ്, ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് സർവീസസ്. ഇത്രയും പച്ചക്കള്ളം പറയാൻ വിസിൽ എന്ന് പറയുന്ന ഒരു സംഘടന. ഞങ്ങൾ പണ്ട് വിസിൽ എടുത്തുകൊണ്ട് പോയതാണ് അത് പൂട്ടിയെടുക്കാൻ. ഈ സ്ഥാപനം അക്ഷരാർത്ഥത്തിൽ പൂട്ടിയെടുത്ത് എല്ലാത്തിനും അവിടെ നിറക്കി വിടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഈ കള്ളത്തരത്തിന്റെ. 2-3 പേര് അതിന് അവരുടെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തത് ഹരീഷാണ്. ചുമ്മാതെ ആളെ പറ്റിക്കാൻ ഓരോ നുണ പോസ്റ്റുകൾ. ഒരു സർക്കാർ സ്ഥാപനത്തിനെ കുറിച്ച് നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തൊഴിൽ ചെയ്യാൻ യോഗ്യരാണോ? ഇറങ്ങി പൊയ്ക്കൂടെ നിങ്ങൾക്ക് അവിടുന്ന്? ചുമ്മാതെ ആളെ പറ്റിക്കാൻ ഓരോ നുണ പോസ്റ്റുകൾ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അക്കമിട്ട് പറയാണ്, സമയം കുറവായതുകൊണ്ട് എന്നാലും ഞാൻ ഓടിച്ചു വായിക്കാം. ആസ് ഓഫ് നൗ നോ റോഡ് കണക്ടിവിറ്റി, നോ എക്സിം കാർഗോ ഓപ്പറേഷൻ, ഗേറ്റ്വേ നോട്ട് ഓപ്പറേഷണൽ, നോ റെയിൽ കണക്ടിവിറ്റി, no bunkering operation except Agideta, no ship repair facility,
no port related industrialization, no land acquisition, no logistic park, no marketing among logistic world. എന്ത് നിങ്ങൾ ചെയ്യുകയാണ് ഇവിടെ? ലക്ഷക്കണക്കിന് രൂപയല്ലേ ശമ്പളം വാങ്ങിക്കുന്ന? നാണമില്ലേ നിങ്ങൾക്ക്? നാട്ടുകാർ പറയുകയാണ്, ഇനിയെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ അവിടെ നിന്ന്? അക്ഷയ് പറയുകയാണ്, നമ്മുടെ പൈലറ്റ് അക്ഷയ് അല്ല, പൈലറ്റ് അല്ലാത്തൊരു അക്ഷയ് എഴുതുകയാണ്, ഇവിടെ ചിലർ ലാൻഡിന് വേണ്ട കാര്യം ചെയ്യാതെ പോസ്റ്റർ ഇട്ട് ആളുകളെ പറ്റിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ അങ്ങ് ദേവസ്വം ബോർഡ് മുതൽ സകലരും കേരളീയരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊടുവിലാണ് വിസിലും ജനങ്ങളെ പറ്റിക്കുന്നത്. ചെയ്യുന്ന ജോലിയോടും വാങ്ങുന്ന ശമ്പളത്തോടും കൂറുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യയിലുണ്ട്. നിങ്ങളെപ്പോലെ അല്ല എല്ലാവരും എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ പറയുന്ന അതേ പോർട്ടിനെ സംബന്ധിച്ച്, ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തൊട്ടടുത്ത തൂത്തുക്കുടി, ഇവിടെ നിന്ന് മിക്കവാറും കപ്പലുകൾ പോവുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അവരും നിങ്ങളെപ്പോലെ പോസ്റ്റ് ഇട്ടു, നിങ്ങളെപ്പോലെ പോസ്റ്റർ ഇറക്കി. ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് ഫെസിലിറ്റി, അടിയുടെ സിമ്പൽ. നമ്മൾ 2 കൊല്ലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൂത്തുക്കുടി പോർട്ട് പരിപാടി തുടങ്ങി. ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് ഫെസിലിറ്റി, കീ ഹൈലൈറ്റ്സ്. നിങ്ങൾ ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഇതുപോലെ അക്കമിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ സ്റ്റോറേജ് കപ്പാസിറ്റി, അവർ ടാങ്ക് പണിതു. സ്റ്റോറേജ് കപ്പാസിറ്റി 2x750 മീറ്റർ ക്യൂബ്, 750 മീറ്റർ ക്യൂബുള്ള 2 ടാങ്കുകൾ അവർ പൂർത്തിയാക്കി. പൈപ്പ് ലൈൻ ലെങ്ത്, ഇത് എത്തിക്കേണ്ട മെത്തനോൾ എത്തിക്കേണ്ട പൈപ്പ് ലൈൻ ലെങ്ത് 2.8 കിലോമീറ്റർ പൂർത്തിയാക്കി. ഫ്ലോ റേറ്റ്, ആ പൈപ്പ് ലൈനിലൂടെ 60,000 ലിറ്റേഴ്സ് പെർ അവർ, ഒരു മണിക്കൂറിൽ 60,000 ലിറ്റർ മെത്തനോൾ, ഗ്രീൻ മെത്തനോൾ. എങ്ങനെയാണ് ഗ്രീൻ മെത്തനോൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ. ഗ്രീൻ മെത്തനോൾ പമ്പ് ചെയ്യാനുള്ള കഴിവ് അവർ നേടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു സർക്കാർ സ്ഥാപനം ജനങ്ങളോട് പറയേണ്ടത്. ഈ തെളിവോടുകൂടിയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ വിസിലിനെ പോലെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് മുങ്ങുകയല്ല വേണ്ടത്. ഇവിടെ നമ്മൾ 2 കൊല്ലമായിട്ട് പറയുന്ന ഒരു കാര്യം, തൂത്തുക്കുടി പോർട്ട് ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ മുമ്പിൽ കൂടി തന്നെ മോസ്കിന്റെയും CMA CGMന്റെ ഒക്കെ കപ്പലുകൾ അവിടെ പോയി ബങ്കറിംഗ് നടത്തി തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കമ്പാരിസൺ. തമിഴ്നാടും കേരളവും, അല്ലെങ്കിൽ കേന്ദ്രവും, തൂത്തുക്കുടി പോർട്ട് കേന്ദ്രത്തിൻ്റെതാണ്, കേന്ദ്രവും കേരളവും. ആളുകളെ പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇനി ലോകം കണ്ട മഹാന്മാരിൽ ഐസക് ന്യൂട്ടൺ, അതിന് പിന്നാലെ ലോകം കണ്ട മഹാൻ തോമസ് ഐസക്കാണ്. ഇന്നലത്തെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിനകത്ത് ചില പ്രതികരണങ്ങളുണ്ട്. ജോച്ചൻ ആണ് ഒരു പ്രതികരണം. തോമസ് ഐസക് ഈസ് ദി സ്മാർട്ടസ്റ്റ്. അടുത്ത വാക്ക് ഞാൻ എന്റെ മര്യാദ കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, പ്രേക്ഷകർക്ക് വായിക്കാം. തോമസ് ഐസക് ഈസ് ദ സ്മാർട്ടസ്റ്റ് LDF ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. LDF സൃഷ്ടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള. കേരളാസ് ടോട്ടൽ ഡെറ്റ് ഇൻക്രീസ്ഡ് ഫ്രം 1.5 to 6 lakh crores. കിഫ്ബി ഈസ് ഹിസ് ബ്രെയിൻ ചൈൽഡ്. Borrowing money at 8.5% and investing in projects with no returns. This is his economic sense. മനസ്സിലായല്ലോ കേരളത്തെ കുത്തുവാള എടുപ്പിക്കുന്നതിൽ ശ്രീ ഐസക്കിനുള്ള പങ്കെന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ശ്രീ അസീം കൊണ്ടൂർ. തോമസ് ഐസക്കിന്റെ FB പോസ്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിയില്ല, എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ച്, ഐസക്കിനെ കുറിച്ച്. ഇത്രയും വിവരമില്ലാത്ത ഒരാളാണ് സംസ്ഥാനത്തെ പ്രധാന വകുപ്പ് ഭരിച്ചത്. കിഫ്ബി 8ന്റെ പണിയായിരിക്കും വരും തലമുറയ്ക്ക് തരുന്നത്. മനസ്സിലായല്ലോ, വരും തലമുറയുടെ കാര്യം പോക്കാണ്. ഇനി ഒരു ദി പ്രാഷ് എന്താണെന്ന് അറിയില്ല. വൺസ് ഇക്കണോമിക് അണ്ടർ പ്രിവിലേജ്ഡ് പീപ്പിൾ ഫ്രം തമിഴ്നാട് യൂസ് ടു കം ടു കേരള ഫോർ വർക്ക്. നൗ our government is asking Malayalis to go to Tamil Nadu in search for a job. What an irony. Salute to Stalin. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്യാൻ ആർക്കും തോന്നുന്നില്ല. അനാമിക എന്ന് പറയുന്ന ഒരു സ്ഥിരം പ്രേക്ഷകയുണ്ട്. വളരെ ഷാർപ്പായിട്ടാണ് അനാമിക എഴുതിയിരിക്കുന്നത് ഇത്തവണ. ദിസ് ഇസ് ദ വിഷൻ ഓഫ് ദീസ് ഇഡിയറ്റ്സ്. ഇന്നലത്തെ എന്നെക്കുറിച്ചുള്ള കമന്റാണ്. ദിസ് ഇസ് ദ വിഷൻ ഓഫ് ദീസ് ഇഡിയറ്റ്സ്. വിഴിഞ്ഞം പോലൊരു പോർട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ജോബ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദിസ് ഇസ് ദ മോസ്റ്റ് ആന്റി ഡെവലപ്മെന്റ് വേഴ്സ്റ്റ് ഗവൺമെന്റ് എവർ. നെക്സ്റ്റ് ഇലക്ഷൻ
ഞങ്ങൾ യുവതലമുറ ഇതിന് എണ്ണി എണ്ണി പകരം ചോദിക്കും.